നമസ്കാരം. മടിയിൽ കനമില്ല മടിയിൽ കനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മടിയിൽ കനം ഉണ്ടാകരുത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ ന്യായീകരണം നടത്തി, ചില വിശദീകരണങ്ങൾ നടത്തി. അഖിൽ മാരാരുടെ രൂക്ഷമായ ചില ആരോപണങ്ങൾ തെളിവ് സഹിതം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ ചിലത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇനിയുള്ള കാര്യം കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു ഭാഗം കേൾക്കണം, എങ്കിലേ നമുക്ക് ഒരു ക്ലാരിറ്റി വരുള്ളൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഇതാണ്. എന്നാൽ അഖിൽ മാരാർ അതിനുശേഷം ഇതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മുടെ സൈബർ സഖാക്കൾ എല്ലാവരും കൂടി മാസ് റിപ്പോർട്ട് ചെയ്ത് കൂട്ടിച്ചു. അതായത് അത് കളവാണ് പറയുന്നത് എന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായും ആ ഫേസ്ബുക്ക് ആ വീഡിയോ പൂട്ടും. പക്ഷേ അഖിൽ മാരാർ നല്ല ശക്തമായ ഒരു തിരിച്ചടി കൊടുത്തു. അതായത് അഖിൽ മാരാർ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞത് ഫേസ്ബുക്ക് കണ്ടെത്തിയത് ശരിയാണ്. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കളവുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് കളവുകളാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഫേസ്ബുക്ക് അത് ആ വീഡിയോ ഒഴിവാക്കിയത്. നല്ല അടിപൊളി ഒരു ട്രോൾ അല്ലെങ്കിൽ ഒരു നല്ല ഒരു തിരിച്ചടിയാണ് അത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ അഖിൽ മാരാർ വളരെ വിശദമായി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വീഡിയോ, അത് കാണണം. ഇനി നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രി ദാസനെ ഏതു വിധേനയും കരിവാരി തേക്കണമെന്ന് ശപഥം ചെയ്ത പാർട്ടിയിലെ ഒരു ഭാഗം ഏതു വിധേനയും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എന്റെ വീഡിയോ മാസ് റിപ്പോർട്ട് ചെയ്താൽ ഫേസ്ബുക്ക് സ്വാഭാവികമായും എടുക്കുന്ന നടപടികളിൽ ഒന്നാണ് ഇത്. മുഖ്യമന്ത്രിയാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ അടപടലം പൂട്ടിക്കുക അല്ലെങ്കിൽ അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാസ് റിപ്പോർട്ടിങ്ങും അല്ലാതെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അഖിൽ മാരാർ പറയുന്നത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടി മാന്തി പുറത്തിട്ട് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി മുഖ്യമന്ത്രിക്ക് എന്നല്ല CPM എന്നല്ല ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ ആ പണിക്ക് നിൽക്കേണ്ട എന്നൊരു താക്കീതാണ് അവിടെ അഖിൽ മാരാർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അഖിൽ മാരാർ എഴുതുന്നത്. ഇനി ആ വീഡിയോയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കള്ളങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഫാക്ട് ചെക്ക് ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് തെളിയും. ഇനി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ കള്ളങ്ങൾ എന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു ഫാക്ട് ചെക്ക് നടക്കുന്നുണ്ട്. കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന നിലയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളമായതുകൊണ്ട് തന്നെ അത് ഫേസ്ബുക്ക് കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ വന്നത് അഖിൽ മാരാരുടെ വീഡിയോയിലായതുകൊണ്ട് സ്വാഭാവികമായും മാരാരെയാണ് അത് ബാധിക്കുക. അങ്ങനെയാണ് പറയുന്നത്. എന്താണ് ആ കള്ളങ്ങളെന്ന് മാരാർ വിശദീകരിക്കേണ്ടത്. വെറുതെ ആരോപിച്ചിട്ട് പോവല്ല. തിരിച്ചടവ് ഒരു പദ്ധതിയാണ് എങ്കിൽ എന്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ വിദ്യാശ്രീ എന്ന് പറഞ്ഞു, വിദ്യാകിരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിദ്യാശ്രീ വിദ്യാകിരണം എന്നീ രണ്ട് പദ്ധതിയും കൂടെ സംയോജിപ്പിച്ച് എന്ന് തന്നെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ തിരിച്ചടച്ചിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിദ്യാശ്രീ എന്ന് പറയാൻ പാടില്ല, വിദ്യാകരണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ കള്ളം, പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൗജന്യമായി കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സ്കൂൾ തലത്തിൽ വിദ്യാകിരണം എന്ന പദ്ധതി വഴി ഒരു കുട്ടിക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പരസ്യമായ മാപ്പ് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ തുക നൽകും. ഏതെങ്കിലും ഒരു CPM കാരന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാമോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു 47,000 എണ്ണം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് കൊടുത്തത് പറഞ്ഞാൽ മതി എന്നാണ്. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ലാപ്ടോപ്പ് സൗജന്യമായി കൊടുത്തു എന്ന്, അതായത് സംസ്ഥാന തലത്തിൽ ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ വയനാട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് സകല തുകയും ഇട്ടുതരാമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു CPM കാരന് നട്ടലുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം പറയുന്നു. നട്ടലുണ്ടോ? ഒരു ആരോപണം ഉന്നയിച്ച് ചോദ്യം ഉന്നയിച്ച് തെറ്റും ചൂണ്ടിക്കാണിച്ചങ്ങ് പോവല്ല. എന്താണ് ഇതിന്റെ വാസ്തവം എന്നും കൂടി പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ 47,693 ലാപ്ടോപ്പുകൾ സ്കൂൾ ലൈബ്രറി സ്കീം അടിസ്ഥാനത്തിൽ നൽകിയതാണ്. അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക് ഉപയോഗശേഷം തിരിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? സ്കൂൾ ലൈബ്രറി ഉണ്ടല്ലോ,
അപ്പോൾ സ്കൂളുകളിലേക്ക് ആ ലാപ്ടോപ്പുകൾ, അവിടെ കേടുവന്ന ലാപ്ടോപ്പുകൾ, KSFBയിൽ കെട്ടിക്കിടന്ന കേടുവന്ന ലാപ്ടോപ്പുകൾ എല്ലാം കൂടി എടുത്ത് ഈ സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീമിൽ കൊടുത്തു. അതിനുള്ള പണം സർക്കാർ കൊടുത്തു, ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ആ ലാപ്ടോപ്പുകൾ സ്കൂളിൽ കെട്ടിക്കിടന്നു. ലൈബ്രറി ആകുമ്പോൾ എടുക്കുക, ആവശ്യം കഴിയാൻ തിരിച്ചു കൊടുക്കുക, പുസ്തകം പോലെയാണ്. അപ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പുകൾ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. വർക്ക് ചെയ്യാത്തത് അവിടെ മൂലക്കിടും. ഇത് ലാപ്ടോപ്പുകൾ ഇങ്ങനെ വാങ്ങിയ ഗുണമേന്മ ഇല്ലാത്ത ലാപ്ടോപ്പുകൾ, KSFB വാങ്ങിയിട്ടുള്ള ലാപ്ടോപ്പുകൾ എല്ലാം കൂടി കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് ആവും. കേടുവന്ന ലാപ്ടോപ്പുകൾ എടുത്ത് കൊടുക്കുമ്പോൾ അത് വലിയൊരു പരാതി ഉണ്ടായി വരും. ആ പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കേടുവന്ന ലാപ്ടോപ്പുകൾ കൂടി വില കാണാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഒന്നാം തര തട്ടിപ്പായിരുന്നു ഈ സ്കൂൾ ലൈബ്രറികൾക്ക് വേണ്ടിയിട്ട് ഈ ലാപ്ടോപ്പ് കൊടുത്തത്. നേരത്തെ അഖിൽ മാരാർ ആരോപണം മാത്രമായിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തട്ടിപ്പും കൂടി വെളിവിൽ വരെയാണ്. അഖിൽ മാരാർ അത് വളരെ വ്യക്തമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് തട്ടിപ്പ് കാണിക്കാൻ ഉപയോഗിച്ചു എന്ന വസ്തുതയിൽ എത്തി നിൽക്കുന്നു. എന്താ അന്തംകമ്മികളെ, വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അഖിൽമാരുടെ ചോദ്യം പ്രസക്താണ്. ഇവിടെ ഒരു കുട്ടീന്റെ കാര്യം പറയാൻ ധൈര്യമുണ്ടോ? ഇനി ഈ പറഞ്ഞ രീതിയിലല്ലാതെ സ്കൂൾ ലൈബ്രറിക്ക് അല്ലാതെ ലാപ്ടോപ്പ് കൊടുത്തു എന്ന് തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ ഒരിക്കൽ കൂടി പിന്നിൽ പോയി ഒന്ന് കാണുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളോട് ഇന്ന് നോക്കുക. എന്നിട്ട് പറയുക ഏത് കള്ളത്തിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് അഖിൽമാരുടെ പോസ്റ്റ് ഒഴിവാക്കിയത്. സംഗതി പറ്റി, മടിയിൽ കനമുണ്ട്, എന്തിനും ഏതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് എടുത്ത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതെടുത്ത് ഉപയോഗിച്ചു. എന്നിട്ട് ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തു. പക്ഷെ ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്ന ആരും കരുതിയില്ല. അത് ക്രോസ് ചെക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ മേലൊക്കെ കേസെടുത്തത്. ചിലരുടെയൊക്കെ മേൽ കേസെടുത്തു, ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ചിലരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ ഇനിയും നടപടികൾ ഒരുപക്ഷെ പലർക്കും വന്നേക്കാം. പക്ഷെ ഇതൊക്കെ കോടതിയിൽ നിലനിൽക്കില്ല, അത് വേറെ വിഷയം. എങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വായടയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ളവരോ മറ്റുള്ളവരോ ആയിട്ടുള്ളവരോടുള്ള വൈരാഗ്യമൊന്നുമല്ല. ഈ കള്ളങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ അവർ മാന്തി പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ഈ ഭരണത്തിനും പിണറായിക്കും അതൊരു ക്ഷീണമായിരിക്കും. ഒരുപക്ഷെ ഇത്രയും നാൾ കണ്ടതായിരിക്കില്ല, അതിൽ കൂടുതൽ വാങ്ങി കെട്ടേണ്ടി വരും എന്നതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പേടി. ആ തങ്ങളുടെ കള്ളങ്ങൾ വെളിച്ചത്ത് വരും എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് സത്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. ഏതായാലും അഖിൽമാരാർ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വരുമോ എന്ന് നോക്കാം.